നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ സഹായിക്കുമെന്ന വാഗ്ദാനം നടപ്പിലായില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി തീരദേശ ഹർത്താൽ. ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. പുത്തികയിൽ കാഴ്ച നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ KCB ജീവനക്കാർ വെട്ടിമാറ്റിയതായി പരാതി. പുത്തിക ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ 28 കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. ബേക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് തീ പടർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പതിറ്റാണ്ടിന് ശേഷവും മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ വേദി. പുലിഭീതിയിൽ പട്രെ വാണിനഗർ പാണാജെ പ്രദേശവാസികൾ. എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമില്ലാതെ ഒഴിവാക്കപ്പെട്ടവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പിലാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സഹായ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. പ്രൊഫസർ വീരാൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ നിന്ന് കാരണമില്ലാതെ ഒഴിവാക്കപ്പെട്ട 1031 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ പ്രതിഷേധമിരമ്പി. വിദ്യാനഗർ BC റോഡ് പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 1031 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഫലമില്ലാത്ത അവസ്ഥയാണെന്നും സഹായ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരമിരിക്കേണ്ട അവസ്ഥയാണെന്നും സമരസമിതി പറയുന്നു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭാ രേഖകളിൽ വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമാണെന്നും സമരസമിതി പറയുന്നു. കളക്ടറേറ്റ് മാർച്ചിൽ നടപടിയുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം. ചികിത്സയൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മരുന്നിനും പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. അപ്പം നമുക്ക് നല്ലൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ആനുകൂല്യങ്ങളും തന്ന് നമ്മളെ സമരത്തിൽ നിന്ന് ഇതാക്കണം. പിന്നെ ഇനി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനി സെക്രട്ടേറിയറ്റിൽ കൂടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നല്ലൊരു ശക്തമായ സമരം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ CH ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ സുരേന്ദ്രനാഥ്, ഫാദർ ജോസ്, ഹമീദ് ചേരങ്കൈ, മേരി സുരേന്ദ്രനാഥ്, കരീം ചൗക്കി, മുഹമ്മദ് ഇച്ചിലങ്കോട്, മാധവൻ മാസ്റ്റർ കരിവെള്ളൂർ, കൃഷ്ണൻ മേലത്ത്, സീതി ഹാജി, കനകരാജ് എന്നിവർ സംസാരിച്ചു. പ്രമീള ചന്ദ്രൻ സ്വാഗതവും തമ്പാൻ വാഴുന്നോറടി നന്ദിയും പറഞ്ഞു. ശ്രീധരൻ മടിക്കൈ, JNP വർഗീസ്, P ഷൈനി, ബിന്ദു, TM കുഞ്ഞമ്പു, പ്രസന്ന, പുഷ്പ, ശൈലജ രവീന്ദ്രൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർത്തി വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിയ തീരദേശ ഹർത്താൽ മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി. ചെറുവത്തൂർ, മടക്കര ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. 24 മണിക്കൂർ തീരദേശ ഹർത്താലിൽ ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ ചെറുവത്തൂർ, മടക്കര വരെയുള്ള തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഉൾപ്പെടെയാണ് നിശ്ചലമായത്. കാസർഗോഡ് ജില്ലയിൽ 15,000-ൽ പരം മത്സ്യത്തൊഴിലാളികളും 3,000-ഓളം ചെറുബോട്ടുകളും മത്സ്യബന്ധന യാനങ്ങളും ഉൾപ്പെടെ തൊഴിൽ ഉപേക്ഷിച്ച് ഹർത്താലിന്റെ ഭാഗമായി. തീരദേശ മേഖല നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയായ കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യമേഖലയിലുള്ളവർ മാത്രമല്ല അനുബന്ധ മേഖലയിലുള്ളവരും ഹർത്താലിന്റെ ഭാഗമായി. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച തീരദേശ ഹർത്താൽ ജില്ലയിൽ വൻ വിജയമായതായും തുറമുഖം, ഫിഷ് ലാൻഡിംഗ് സെന്റർ, മത്സ്യബന്ധന തൊഴിലാളികൾ, ബോട്ടുകൾ, ചെറുതോണികൾ, ഫൈബർ വള്ളങ്ങൾ, കുറ്റിവല തൊഴിലാളികൾ, മൊത്തവ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ എന്നീ മേഖലയൊക്കെയും സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായും മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല
അതുമായി ഉപജീവനം കഴിക്കുന്ന മറ്റ് അനുബന്ധ മേഖലയിലെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഇത് വലിയ പ്രയാസമാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഈ മണലിങ്ങനെ എടുക്കും തോറും കടൽ മാത്രമല്ല താഴൽ അതിൻ്റെ കര കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകും. അത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾ ഈ സമരത്തെ ഏറ്റെടുത്തു. കാസർഗോഡ് ജില്ലയിലെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഈ സമരത്തിൽ പൂർണ്ണമായും സഹകരിച്ചു. തീരദേശ ഹർത്താൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ വിജയമാണ്, 100% വിജയമാണ്. അതിനോട് അമ്പല പ്രാദേശിക തലത്തിലെ അമ്പല കമ്മിറ്റികളും ബോട്ട്, ചെറുതോണികൾ, അതുപോലെ മത്സ്യ മാർക്കറ്റിലെ കച്ചവടക്കാർ, ചെറുതും വലുതുമായ കച്ചവടക്കാർ, ബോട്ട് ജെട്ടികൾ എല്ലാവരും നമ്മളുമായി പരിപൂർണ സഹകരണത്തിലാണ്. ജില്ലാ ചെയർമാൻ കെ ബാബു, കൺവീനർ കാറ്റാടി കുമാരൻ, റഷീദ് പൂമാടം, പ്രദീപ് തുരുത്തി, CA അമ്പാടി, മുത്തൽ കണ്ണൻ, CK മുസ്തഫ, PV രാജു, KV മുരളി, PK മുകുന്ദൻ എന്നിവർ ഹർത്താലിന്റെ ഭാഗമായി മടക്കര തുറമുഖത്തെത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പുത്തികയിൽ കൃഷിപ്പറമ്പിൽ നിന്നും കായ്ച്ചു നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ KCB ജീവനക്കാർ വെട്ടിമാറ്റിയതായി പരാതി. പുത്തിക ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. നോട്ടീസ് പോലും നൽകാതെയായിരുന്നു KCB ജീവനക്കാർ കവുങ്ങുകൾ വെട്ടിമാറ്റിയത്. സംഭവത്തിൽ CPIM പുത്തിക ലോക്കൽ കമ്മിറ്റി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. കാസർഗോഡ് പുത്തികയിൽ പറമ്പിൽ നിന്നും വൈദ്യുതി ലൈൻ ക്ലിയറാക്കുന്നതിന്റെ ഭാഗമായി കായ്ച്ചു നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ വെട്ടിമാറ്റിയതായി പരാതി. പുത്തിക ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. നോട്ടീസ് പോലും നൽകാതെയായിരുന്നു KCB ജീവനക്കാർ ഈ അതിക്രമം കാണിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ CPIM പുത്തിക ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന വൈദ്യുതി മന്ത്രിക്ക് പരാതി നൽകി. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള ഇത്തരം പ്രവണതകൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ലെന്ന് CPIM പുത്തിക ലോക്കൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം പറഞ്ഞു. പുത്തിക പഞ്ചായത്തിലെ പൊന്നങ്ങള എന്ന പ്രദേശത്ത് കർഷകരുടെ 25ഓളം കവുങ്ങുകൾ ചില KCB ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വെട്ടി നിരത്തുകയുണ്ടായി. യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചില ഉദ്യോഗസ്ഥർ മുതിർന്നിട്ടുള്ളത്. ഒരർത്ഥത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവൃത്തിയല്ല അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കർഷകർക്ക് വേണ്ടി ജനകീയ ഇടപെടൽ നടത്തുന്ന കേരള സർക്കാരിൻ്റെ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് ഉൾപ്പെടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കവുങ്ങുകൾ വെട്ടി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ KCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോണറ്റിൽ നിന്നും പുകയുയർന്നു. പിന്നാലെ കാറിന്റെ മുൻഭാഗത്ത് തീ ആളിപ്പടർന്നു. കാസർഗോഡ് ബേക്കലിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന കാറിലേക്ക് തീ പടർന്നത് ക്ഷണനേരം കൊണ്ട്. മാസ്തിഗുഡ സ്വദേശി ഷെരീഫിന്റെ റെനോ ക്യൂട്ട് കാറിനാണ് തീ പിടിച്ചത്. ഷെരീഫ് കാറിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാസർഗോഡ് ബേക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് ഞെട്ടലുളവാക്കുന്ന സംഭവമായി. മാസ്തിഗുഡ സ്വദേശി ഷെരീഫിന്റെ റെനോ ക്യൂട്ട് കാറിനാണ് തീ പിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്നും ബേക്കൽ ഭാഗത്തേക്ക് പോകവെയാണ് തീപിടുത്തമുണ്ടായത്. വാഹനം ഓടിക്കൊണ്ടിരിക്കെ ബോണറ്റിൽ നിന്നും ആദ്യം പുക ഉയർന്നു. പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു. റോഡിന്റെ മധ്യത്തിൽ വെച്ചായിരുന്നു കാറിന് തീ പിടിച്ചത്. ഉടനെ തന്നെ വാഹനം നിർത്തി ഷെരീഫ് ചാടി ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സംഭവത്തെ തുടർന്ന് ഈ ഭാഗത്ത് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊളത്തൂർ നിടുവോട്ട് കൂട്ടിൽ കുടുങ്ങിയ പുലിയെ വിട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന ബെള്ളൂർ മേഖലയിലെ പ്രദേശങ്ങളിലുള്ളവരുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഡ്രെ, വാണിനഗർ, പാണാജെ പ്രദേശവാസികളാണ് പുലി ഭീതിയിൽ കഴിയുന്നത്. എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരയും ജനപ്രതിനിധികളും വനം വകുപ്പ് ഓഫീസിലെത്തുകയും വിഷയത്തിൽ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു.
കൊളത്തൂർ നിടുവോട്ട് ഞായറാഴ്ച രാത്രി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ വെള്ളൂരിലെ ജനവാസ മേഖലയുൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടുവെന്നാരോപിച്ചോ പിറ്റേന്ന് തന്നെ പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. നാട്ടക്കൽ, നെട്ടണികെ, വാണിനഗർ, കിന്നിങ്കാർ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ ചേർന്ന പ്രദേശത്തിൻ്റെ ഭാഗമായുള്ള ചെണ്ടത്തടുക്ക വനത്തിലാണ് പുലിയെ തുറന്നുവിട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിഷയത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാനഗറിലെ ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിലെത്തുകയും വിഷയത്തിൽ പ്രതിഷേധമറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരയും ജനപ്രതിനിധികളും വനം വകുപ്പ് ഓഫീസിലെത്തുകയും വിഷയത്തിൽ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാറുമായാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. പഡ്രെ, വാണിനഗർ, പാണാജെ പ്രദേശവാസികൾ പുലിഭീതിയിൽ കഴിയുകയാണെന്നും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് സോമശേഖര ആവശ്യപ്പെടുന്നത്. പുലിഭീതി കാരണം വാണിനഗർ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു. അടിയന്തിരമായി ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന MLAമാരുടെയും എൺമകജെ, വെള്ളൂർ, പാണാജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കണം. പുലി മുന്നറിയിപ്പ് ബോർഡുകളും പുലിയെ പിടിക്കുവാനായി കൂടും സ്ഥാപിക്കണമെന്നും സോമശേഖര പറഞ്ഞു. ಈ ವಿಷಯದಲ್ಲಿದ್ದಂಥ ನಿನ್ನೆ ಶಾಲೆಗೆ ಮಕ್ಕಳು ಗೈರು ಹಾಜರಾಗಿದ್ದಾರೆ ಅಂತೇಳಿ ಆಗಿರುತ್ತದೆ ತಿಳಿದಿರುವಂಥ ಮಾಹಿತಿ. ಮಾತ್ರವಲ್ಲ, ಜನಸಂಚಾರ ಕೂಡ ಕಡಿಮೆಯಾಗಿದೆ. ನಿನ್ನೆ ಯಾರೋ ಫೋನ್ ಮಾಡಿ ಹೇಳ್ತಾರೆ ನಮಗೆ ಮನೆಯಿಂದ ಹೊರಡುವ ಹಾಗೆ ಇಲ್ಲ ಅಂತೇಳಿ. ಏನಾದರೂ ಇದಕ್ಕೊಂದು ದಾರಿ ಮಾಡಿ, ನಿನ್ನೆ ರಾತ್ರಿ ಆಗಿರುತ್ತದೆ ಬಂದಿರುವಂಥ ಫೋನ್ಗಳು. ಆಗ ನಾವು ಹೇಳೋದು 2 ದಿವಸ ಆಯಿತು. ಈಗ ಸಮೀಪದ ಕರ್ನಾಟಕದ ಪಾಣಾಜೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನವರು ನಿನ್ನೆ ಇದರ ಬಗ್ಗೆ ಒಂದು ತೀರ್ಮಾನವನ್ನೇ ತೆಗೆದುಕೊಂಡಿದ್ದಾರಂತೆ. ಈ ಕಾಸರಗೋಡಿನ ಅರಣ್ಯ ಇಲಾಖಾ ಅಧಿಕಾರಿಗಳ ವಿರುದ್ಧ ಕ್ರಮ ಕೈಗೊಳ್ಳಬೇಕು ಅಂತೇಳಿ. ಒಂದು ಲೆಕ್ಕದಲ್ಲಿ ಸರಿ, ಕರ್ನಾಟಕದಲ್ಲಿ ಬಿಟ್ಟಿದ್ರೆ ಖಂಡಿತವಾಗಿಯೂ ಅವರಿಗೆ ಕಾನೂನು ಕ್ರಮ ಕೈಗೊಳ್ಳಬಹುದು, ಇವರ ಮೇಲೆ ಕೇಸು ದಾಖಲಿಸಬಹುದಾಗಿದೆ. എൺമകജെ പഞ്ചായത്ത് അംഗങ്ങളായ നരസിംഹ പൂജാരി, രാമചന്ദ്രായം, മുൻ അംഗം രവി വാണിനഗർ എന്നിവരും എത്തിയിരുന്നു. വിഷയം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്ക് യാഥാർത്ഥ്യമായി 1 പതിറ്റാണ്ട്. ഓഫീസ് പ്രവർത്തനം ഇന്നും വാടക കെട്ടിടത്തിൽ. സമരത്തിനൊരുങ്ങി മംഗൽപാടി ജനകീയവേദി. അനാസ്ഥ തുടർന്നാൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം താലൂക്ക് അനുവദിച്ച് 1 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസിന് സ്വന്തമായി കെട്ടിടം അനുവദിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും തികഞ്ഞ അനാസ്ഥയെന്ന് മംഗൽപാടി ജനകീയവേദി ഭാരവാഹികൾ ആരോപിച്ചു. താലൂക്ക് അനുബന്ധ ഓഫീസുകൾ അനുവദിക്കാതെ ഭാഷാ ന്യൂനപക്ഷങ്ങളോട് സർക്കാർ കടുത്ത അവഗണനയാണ് കാട്ടുന്നത്. അനുവദിച്ച ഓഫീസുകളാവട്ടെ വാടക കെട്ടിടത്തിലും. ഇതിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇനിയും അനാസ്ഥയും അവഗണനയും തുടർന്നാൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്, താലൂക്ക് തലത്തിൽ തന്നെ ഉപ്പളയിൽ താലൂക്ക് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി പ്രൊപ്പോസൽ കൊടുക്കുകയും അത് സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് ഭരണകർത്താക്കളുടെയും അശ്രദ്ധ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേശ്വരത്തിലെ ജനങ്ങൾ, ഞങ്ങളും നികുതിദായകരാണ്. ഞങ്ങളെ 2ാം കിട പൗരന്മാരായി കണക്കാക്കുന്ന ഇത്തരം നടപടിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. വേണ്ടി വന്നാൽ ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മാർച്ച് പോലുള്ള സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനകീയവേദി ഭാരവാഹികളായ അബു തമാം, സിദ്ദീഖ് കൈക്കമ്പ, അഷാഫ് മൂസ, ഷാജഹാൻ ബഹ്റൈൻ, ഷംസു കുബണൂർ, സാജൻ കുക്കാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSSF ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ത്രൈമാസ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന സമാപന സമ്മേളനം വെള്ളിയാഴ്ച ഉപ്പള മണ്ണംകുഴിയിൽ നടക്കും. പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കാലാകാലങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ച കേന്ദ്രമായിരുന്ന മഹല്ലുകളിൽ അഹ്ലുസുന്നത്തിന്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്യുകയും പുതിയ ആശയങ്ങൾ നൽകി പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്ന സാഹചര്യത്തിലുമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമാപന സമ്മേളനത്തിന് ഉപ്പള മണ്ണൻകുഴിയിൽ രാവിലെ 9 മണിക്ക് പതാക ഉയരും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സുന്നി യുവജന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ അഷ്റഫി കക്കുപ്പടി എന്നിവർ പ്രഭാഷണം നടത്തും. പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ സമസ്തയുടെയും പോഷക അനുബന്ധ സംഘടനയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 28 വെള്ളിയാഴ്ച വൈകുന്നേരം ഉപ്പള മണ്ണൻകുഴിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പരിപാടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആ പരിപാടിയിൽ സമകാലിക വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട SYSൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ മുസ്തഫ അഷ്റഫി കക്കുപ്പടി, നിയാസ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദിര, സ്വാഗത സംഘം ചെയർമാൻ AH അബ്ദുൽ അസീസ് ഹാജി മണ്ണൻകുഴി, ജനറൽ കൺവീനർ കബീർ ഫൈസി പെരിങ്കടി, ട്രഷറർ അബ്ദുൽ ജബ്ബാർ പള്ളം, വർക്കിംഗ് ചെയർമാൻ ഷക്കീൽ അസ്ഹരി കൊക്കച്ചാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 600 അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കും ചുവടുവെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവയ്പായി മാറി. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിരയാണ് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയത്. രാമവില്യം കഴകത്തിന് കീഴിലെ 5 മുണ്ടകളുടെയും അറകളുടെയും പരിധിയിലുള്ള 600ഓളം വനിതകളാണ് തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത്. ചടുലമായ അവതരണം കൊണ്ടും ഹൃദ്യമായ താളം കൊണ്ടും തിരുവാതിര കാഴ്ചക്കാരിൽ വിസ്മയം സൃഷ്ടിച്ചു. കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്. ഉദിനൂരിലെ അനുപമ നിധിനാണ് പരിശീലിപ്പിച്ചത്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടെ നാനാ തുറകളിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത്. മിനി സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ശിവസ്തുതി, ശ്രീകൃഷ്ണസ്തുതി, കഴകൻ ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള വരികളിലാണ് വനിതകൾ ചുവടുവെച്ചത്. 4 മാസം കൊണ്ട് ഒളവറ, കൂലേരി, തടിയൻകൊവ്വൽ, പടന്ന, പേക്കടം തുടങ്ങിയ 5 കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത്. 3 ദിവസത്തിലൊരിക്കൽ ഒരു ക്ഷേത്രത്തിൽ എന്ന കണക്കിലാണ് വൈകുന്നേരങ്ങളിൽ വനിതകളെ പരിശീലിപ്പിച്ചതെന്ന് അനുപമ നിധിൻ പറഞ്ഞു. ശ്രീ രാമവില്യം കഴകം കലാസാംസ്കാരിക കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഒരു മെഗാ തിരുവാതിര പരിശീലിപ്പിച്ചിട്ടുള്ളത്. രാമവില്യം കഴകത്തിൻ്റെ 5 ഉപക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഈ 5 ഉപക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തടിയങ്കോൽ മുണ്ട്യ, പടന്ന മുണ്ട്യ, കൂലേരി മുണ്ട്യ, കുറുവാപ്പള്ളി മുണ്ട്യ, കുറുവാപ്പള്ളി അറ, ഒളവറ മുണ്ട്യ എന്നീ ഉപക്ഷേത്രങ്ങൾ ചേർന്നതാണ് ശ്രീരാമവില്യം കഴകം. അപ്പോൾ ഈ 600 പേര് ഒരു മുണ്ട്യയിൽ 120 ആൾ തോതിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട്, എന്നാലും നല്ല വിജയമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 5 മുണ്ട്യയിലും വനിതാ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടോട് കൂടി തന്നെയാണിത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. മിഥുൻ മോഹൻ, വിജിത മനോജ്, KK ഗീതു, PV ആതിര, P അപർണ എന്നിവരാണ് പരിശീലനത്തിൽ സഹായിച്ചത്. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. GVHSS കുഞ്ചത്തൂർ 2024-25 അധ്യയന വർഷത്തെ SPC വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂളിൽ നടന്നു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു.
GVHSS കുഞ്ചത്തൂർ 2024-25 അധ്യയന വർഷത്തെ SPC വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ മൈതാനത്ത് നടന്നു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. 2 വർഷക്കാലം കഠിനമായ പരിശീലനങ്ങളുടെയും നിങ്ങൾ ഹൃദയമാക്കിയ പാഠങ്ങളുടെയും നിങ്ങൾ മനസ്സിലാക്കിയ അറിവുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അതിലുപരി നമ്മുടെ നാടിനും വേണ്ടി പ്രയോജനപ്പെടുത്തി നല്ല പൗരന്മാരായിട്ട് നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന നല്ല വ്യക്തികളുമായിട്ട് മാറാൻ നിങ്ങളെ പ്രാപ്തരാകട്ടെ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ SI അജയ് S മേനോൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വോർക്കാടി ഡിവിഷൻ അംഗം കമലാക്ഷി K, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേറോ, ADNO തമ്പാൻടി, PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, SMC ചെയർപേഴ്സൺ സഫിയ, SMC അംഗം ഈശ്വര മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ, സ്കൂളിലെ SPC സ്ക്വാഡിന്റെ ചുമതലയുള്ള അനിത PG എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹ്ലൻ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അബോഹയിൽ KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. KMCC കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി ഹനീഫ് TR എന്നിവർ സംസാരിച്ചു. KMCC സംസ്ഥാന ഭാരവാഹികളായ അബ്ദുള്ള ആറങ്ങാടി, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമൽ, മറ്റ് ജില്ലാ മണ്ഡലം മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. KMCC കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഹസ്കർ ചൂരി സ്വാഗതവും ട്രഷറർ ഉപ്പി കല്ലങ്കൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ CITU AITUCയുടെ സംയുക്ത പ്രതിഷേധം. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്കെതിരെയായിരുന്നു പ്രതിഷേധം. കാഞ്ഞങ്ങാട് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബിജു ഉണ്ണിത്താൻ അധ്യക്ഷനായി. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ KV കൃഷ്ണൻ, VP രാജീവൻ, T നാരായണൻ എന്നിവർ സംസാരിച്ചു. P കൃഷ്ണൻ കോടാട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യൂത്ത് വോയിസ് പടിഞ്ഞാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവൻ രക്ഷാ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ KK ജാഫർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ യൂത്ത് വോയിസ് പടിഞ്ഞാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവൻ രക്ഷാ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ KK ജാഫർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വോയിസ് ഫൗണ്ടേഷൻ ചെയർമാൻ അസീസ് പാരീസ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി KP ഇബ്രാഹിം പദ്ധതി പ്രഖ്യാപിച്ചു. ട്രസ്റ്റ് ജനറൽ കൺവീനർ സിറാജ് അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പുതിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. CK ആസിഫ്, ഷരീഫ് എഞ്ചിനീയർ, B ശശികുമാർ KV, ഡോക്ടർ അലീമത്ത് നഫീന, പ്രദീപ് കുമാർ PP, സുമയ്യ TK, ബഷീർ ആറങ്ങാടി, ജയപാലൻ KV, MK റഷീദ് ഹാജി, ഗുരുദത്ത് പൈ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ മുനീർ KK സ്വാഗതവും ട്രഷറർ ഷംസുദ്ദീൻ CD നന്ദിയും പറഞ്ഞു. ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഐഷാൾ ഹോസ്പിറ്റൽ നേതൃത്വത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. NRV കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേണുഗോപാലൻ ചുണ്ണംകുളം രചിച്ച അസ്ഥികൾ കായ്ക്കുന്ന മരങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നിരൂപകൻ MK ഗോപകുമാർ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ വേണുഗോപാലൻ ചുണ്ണംകുളം രചിച്ച അസ്ഥികൾ കായ്ക്കുന്ന മരങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നിരൂപകൻ MK ഗോപകുമാർ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉപേന്ദ്രൻ മടിക്കൈ പുസ്തകം ഏറ്റുവാങ്ങി. അപൂർവം ചിലരെ മാത്രം നമ്മുടെ നാടകത്തിലുള്ള 1ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഇച്ചിരി മകൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഇവരൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആകെയുള്ള ആൾ. അതിൽ ഞാൻ 36 കൊല്ലം പഠിപ്പിച്ചിട്ടുള്ള എഴുത്തുകാർ എന്ന് പറയാൻ 2 പേരേ ഉള്ളൂ.
അതിൽ ഒന്ന് വേണുവാണ്, രണ്ട് മുരളിയാണ്. അപ്പൊ അങ്ങനെ ഒരു അപൂർവത കൂടിയുണ്ട്. പഠിപ്പിച്ച ശിക്ഷയിൽ എഴുത്തുകാരെന്നുള്ള രൂപത്തിൽ പേരെടുത്തിട്ടുള്ള രണ്ടുപേരേ ഉള്ളൂ. ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമിയുടെ 2024 വർഷത്തെ ഹോണറബിൾ മെൻഷൻ പുരസ്കാരം നേടിയ ചിത്രകാരൻ വിനോദ് അമ്പലത്തറയെ ആദരിച്ചു. കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, നാരായണൻ അമ്പലത്തറ, ഗണേശൻ അയറോട്ട്, രാജേഷ് നർക്കല, അബ്ദുൽ ലത്തീഫ് നീലേശ്വരം, വിനു വേലാശ്വരം, പ്രസാദ് കാനത്തുങ്കൽ എന്നിവർ സംസാരിച്ചു. PV ജയരാജ് സ്വാഗതവും വേണുഗോപാൽ ചുണ്ടൻകുളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ സഹായിക്കുമെന്ന വാഗ്ദാനം നടപ്പിലായില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി തീരദേശ ഹർത്താൽ. ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. പുത്തികയിൽ കായ്ച്ചു നിൽക്കുകയായിരുന്ന 28 കവുങ്ങുകൾ KCB ജീവനക്കാർ വെട്ടിമാറ്റിയതായി പരാതി. പുത്തിക ചക്കിണികയിലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ പറമ്പിലെ 28 കവുങ്ങുകളാണ് വെട്ടിമാറ്റിയത്. ബേക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് തീ പടർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പതിറ്റാണ്ടിന് ശേഷവും മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ വേദി. പുലിഭീതിയിൽ പട്രെ, വാണിനഗർ, പാണാജെ പ്രദേശവാസികൾ. എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.